പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഈ നോമ്പ് ആരാധനകളുടെ 26-ാം ദിവസം ആലയത്തിൽ കടന്നു വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്ന എത്ര ഭാഗ്യമുള്ള അവസരമാണ് എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ദൈവം യഹോവാഭക്തർ തമ്മിൽ സംസാരിച്ച് ശ്രദ്ധ വച്ച് കേൾക്കുന്നു എന്ന് വചനത്തിലൂടെ നാം ഗ്രഹിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥന, നാം ദൈവത്തെ സ്തുതിക്കുന്നത്, നമ്മുടെ വചനധ്യാനം എല്ലാം, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളെല്ലാം ദൈവം അറിയുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്നത്തെ ആരാധനയിലൂടെയും നമ്മൾ, നമ്മുടെ കുടുംബം, സമൂഹം, നമ്മുടെ സഭ, നാം ജോലി ചെയ്യുന്ന സ്ഥലത്തിലെ മറ്റ് വ്യക്തികളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, നിങ്ങളിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മിലൂടെ നിറവേറുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥനകളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ നോമ്പാരാധനയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അങ്ങ് സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ കൃപയും മഹത്വവും കാണേണ്ടതിന് ഞാൻ എൻ്റെ കണ്ണുകളെ അങ്ങയിലേക്ക് ഉയർത്തുന്നു എന്ന് ദൈവവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിന് അനുസരിച്ച് ജീവിക്കുവാനും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മനസ്സാക്ഷിയുള്ളവരായി, കർത്താവിൻ്റെ നല്ല ഭടന്മാരായി, വിശ്വസ്തദാസരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ മഹത്വം പകരണമേ. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് 517-ാമത്തെ ഗീതം നമുക്ക് കൊയറിനോട് ചേർന്ന് പാടാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നാരംഭിക്കുന്ന 517-ാമത്തെ ഗീതം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ, നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി.
മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. സങ്കീർത്തനം 70 വാക്യപ്രതിവാക്യമായി വായിക്കും. അത് കഴിഞ്ഞ് ലേഖന വേദഭാഗം, തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 70-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 70. ദൈവമേ, എന്നെ വിടിവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എന്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്ന് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം പിന്തിരിഞ്ഞു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്നവരൊക്കെ സന്തോഷിക്കട്ടെ. എപ്പോഴും പറയട്ടെ. ചേർന്ന് വായിക്കാം. ഞാനോ എളിയനും ദരിദ്രനുമാകുന്നു. ദൈവമേ, എൻ്റെ അടുക്കൽ വേഗം വരേണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. യഹോവേ, താമസിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യം പ്രകാരം തന്നെ ആമേൻ. ഇരിക്കാം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെ. കൊലോസ്യർ 3-ാം അധ്യായം 1 മുതൽ 4 വരെ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. വായിച്ചേട്ട തിരുവചനങ്ങൾ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത്. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ സന്ധ്യാസമയത്ത് പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവേ, ഈ ദുഃഖഭാരമായി കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഇടയാക്കിയ നല്ല സന്ദർഭത്തോർത്ത് സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്നുവല്ലോ. യാത്രകളിലെല്ലാം കർത്താവെ അങ്ങ് കൂടെ ഇരുന്ന വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ ഓരോ ഭവനങ്ങളിലെയും മക്കളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണമേ എന്ന് യാചിക്കുന്നു. ആലയത്തിലെ നന്മകൾ അനുഭവിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ അങ്ങ് ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. വരാൻ സാധിക്കാത്ത മക്കളുണ്ട് കർത്താവെ, ദൈവമേ, അവർ ഭവനങ്ങളിലിരുന്ന് ധ്യാനിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. കർത്താവെ, ക്രൂശിലെ അനുഭവങ്ങൾ, ചിന്തകൾ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഓരോ നിമിഷവും കർത്താവെ അങ്ങ് ചെയ്യുന്ന നന്മകളെ എണ്ണി എണ്ണി സ്തുതിച്ചുകൊണ്ട് നന്ദിയുള്ള മക്കളായി ജീവിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. നാഥ, ഈ ആലയത്തും കർത്താവെ അനുഗ്രഹത്തിൻ്റെ ആലയമായി തീരുവാൻ ഇടയാക്കുമാറാണമേ. അത്ഭുതത്തിൻ്റെ ആലയമായി അങ്ങ് കർത്താവെ തീരുവാൻ ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ വന്ന് യാചിക്കുന്ന
ഓരോ മക്കൾക്കും കർത്താവെ ആശ്വാസപ്രദനായി അങ്ങ് കൂടെ ഇരിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവമേ, സഭയിലെ എല്ലാ നന്മകളും കർത്താവെ ഓരോ മക്കളും അനുഭവിപ്പാൻ അങ്ങ് ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. സാക്ഷ്യമുള്ള മക്കളായി കർത്താവെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് കർത്താവെ അങ്ങേ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാനിടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഈ 25 ദിവസവും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ യാചനകൾ ശ്രദ്ധ വെച്ച് കേട്ടതിനായി അങ്ങ് ഞങ്ങളുടെ യാചനകൾ ശ്രദ്ധ വെച്ച് കേട്ടും കർത്താവെ അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾ ശ്രവിപ്പാനിടയാക്കിയല്ലോ കർത്താവെ. അതുമൂലം കർത്താവെ ഞങ്ങളെ തന്നെ കഴുകി ശുദ്ധിയുള്ള മക്കളായി വിശ്വസ്തയുടെ അന്ത്യത്തോളം നിലനിൽപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവമേ, ആലയത്തിലെ കർത്താവെ എല്ലാ സംഘടനകൾക്കായും പ്രാർത്ഥിക്കുന്നു, സഭാ ശുശ്രൂഷകന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണമേ. അവിടെ പ്രവർത്തനങ്ങൾ ഈ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനിടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. കുടുംബാംഗങ്ങളെ എല്ലാം അനുഗ്രഹിക്കണം, ആശീർവദിക്കണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവമേ, മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ജീവിതങ്ങൾ നയിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. പഠിക്കുന്ന മക്കളുണ്ട് കർത്താവെ. ദൈവമേ, അവരുടെ വിദ്യാഭ്യാസത്തിൽ വല്ലഭനും വിശ്വസ്തനുമായി കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. സ്തുതിക്കുന്നു. കൊച്ചമ്മമാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആരോഗ്യവും സുഖവും ദീർഘായുസ്സോടെ കാത്ത് സംരക്ഷിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഓരോ ദിനങ്ങളിലും കർത്താവെ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ എൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ അവരെ ശക്തീകരിക്കണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലെയും കുടുംബനാഥന്മാർക്കായി പ്രാർത്ഥിക്കുന്നു പിതാവേ. ആരോഗ്യത്തോടും സുഖത്തോടും ദീർഘായുസ്സോടും എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഭവനത്തെ കർത്താവെ ദൈവിക കൃപയിൽ നയിപ്പാൻ വേണ്ടുന്ന ബുദ്ധിയും വിവേകവും അങ്ങ് നൽകുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദീർഘായുസ്സോടെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാണമേ. എല്ലാ മാതാക്കൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബത്തെ നയിപ്പാൻ വേണ്ടുന്ന ശക്തിയും ബലവും നൽകുമാറാണമേ. കർത്താവെ, ബലഹീനരായ ഞങ്ങൾക്ക് കർത്താവെ ഒന്നിനും കഴിയില്ല പിതാവേ. അങ്ങയുടെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലെ നിലനിൽപ്പാൻ സാധ്യമല്ല. അപ്പാ ദൈവമേ, അങ്ങ് ശക്തിപ്പെടുത്തണേ, ബലപ്പെടുത്തണമേ എന്ന് യാചിക്കുന്നു. ദീർഘായുസ്സോടെ എല്ലാവരെയും അങ്ങ് സംരക്ഷിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി നൽകിയ എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഓരോ മക്കളും കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിതങ്ങളെ നയിപ്പാൻ അങ്ങ് ശക്തീകരിക്കുമാറാണമേ. ഈ ലോകത്തിൻ്റെ കർത്താവെ യാതൊരുവിധ അന്ധകാര ശക്തികളും ആയിപ്പോകാതെ കർത്താവെ തിരു രക്തത്തിൻ്റെ മറവിൽ കർത്താവെ അവരെ മറച്ച് കാത്ത് സംരക്ഷിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. അടുത്തും അകലെയും ദൂരെയും കർത്താവെ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പഠനത്താലും ജോലികളിലായാലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സംരക്ഷിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു നാഥ. ദൈവമേ, അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവെ യേശു വലിയവ ചെയ്തു എന്ന് സാക്ഷീകരിപ്പാൻ അങ്ങ് ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവമേ, SSLC പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന മക്കളുണ്ട് കർത്താവെ. ദൈവമേ, പരീക്ഷകളിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവരെ എല്ലാം അങ്ങ് ആശ്വസിപ്പിക്കുമാറാണമേ. പരീക്ഷകളിൽ അങ്ങ് കൂടെ ഇരുന്ന് വഴി നടത്തിയല്ലോ അപ്പോൾ നല്ല വിജയം നൽകി കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഈ ദേശത്തിന് വിളക്കായി ശോഭിപ്പാൻ ഓരോ മക്കളെയും അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ആലയത്തിൽ വന്ന് സാക്ഷികളായി നിലനിൽപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഓരോരുത്തരുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണമേ എന്ന് യാചിക്കുന്നു പിതാവേ. രോഗത്താലും പ്രയാസത്താലും വേദനയാലും കഴിയുന്ന മക്കളുണ്ട് കർത്താവെ. വാർദ്ധക്യ മാതാപിതാക്കളെ എല്ലാം അങ്ങ് താങ്ങുമാറാണമേ എന്ന് യാചിക്കുന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു പിതാവേ. ദൈവമേ, ഓരോ നിമിഷവും അങ്ങയുടെ കരങ്ങളിൽ അങ്ങ് താങ്ങും വഴി നടത്തുമാറാണമേ എന്ന് യാചിക്കുന്നു. എണിയാലൊടുങ്ങാത്ത നന്മകൾ അനുഭവിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി യാചിപ്പാനും പ്രാർത്ഥിപ്പാനും കർത്താവെ അവരെ ശക്തീകരിക്കണമേ എന്ന് യാചിക്കുന്നു. ദീർഘായുസ്സോടെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാണമേ കർത്താവെ. ഈ ദേശത്തിന് സാക്ഷികളായി നിലനിൽപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കുമാറാണമേ കർത്താവെ. കുഞ്ഞു പൈതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടം എന്നെല്ലാം ഓരോ മക്കളെയും കാത്ത് സംരക്ഷിക്കണമേ. ഈ വേനൽ ചൂട് മൂലം കർത്താവെ പല സ്ഥലങ്ങളിലും പനികളും മറ്റു രോഗങ്ങളും പടർന്നു പിടിക്കുമ്പോൾ കർത്താവെ ഒന്നും തൊടാതെ വണ്ണം കർത്താവെ ദൂതന്മാരാൽ കാവൽ ചെയ്യുമാറാണമേ. മക്കൾ അങ്ങയുടെ സംരക്ഷണ വലയത്തിനുള്ളിലായിരിക്കാൻ ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ദൈവകൃപയിൽ വളരുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ കർത്താവെ. ദൈവമേ, ഈ ദുഷിച്ച വലയങ്ങളിലൊന്നും അകപ്പെടാതെ അങ്ങയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ കർത്താവെ മക്കളായിരിക്കാൻ ഇടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. അങ്ങേ അറിയാതെ ജീവിക്കുന്ന ആയിരങ്ങൾ ഉണ്ട് കർത്താവെ. ദൈവമേ, അവരെല്ലാം കർത്താവെ നിൻ്റെ സ്നേഹം അനുഭവിപ്പാൻ അങ്ങിടയാക്കുമാറാണമേ. ഈ ക്രൂശിൻ്റെ വചനം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ കർത്താവെ. ദൈവമേ, തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ഓരോ നിമിഷവും കർത്താവെ ശുദ്ധീകരിക്കുമാറാണമേ, വിശുദ്ധീകരിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. അങ്ങയുടെ പാദപീഠത്തിൽ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. അപ്പം എൻ്റെ സാന്നിധ്യം കൂടെ
കൂടെ ഇരിക്കുമാറാണമേ. നാഥാരോഗികളായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവർക്ക് നൽകിയ ആശ്വാസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന മക്കൾ, ഭവനങ്ങളിലും ആശുപത്രികളിലും ഒക്കെ ആയിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അപ്പൻ്റെ സാന്നിധ്യത്താൽ അങ്ങ് നിറയ്ക്കുമാറാണമേ, അങ്ങ് തൊട്ട് സൗഖ്യമാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവേ എന്ന് വാഗ്ദത്തം ചെയ്ത പിതാവേ, അങ്ങയുടെ സൗഖ്യമാർന്ന കരം ഓരോ മക്കളും അനുഭവിപ്പാനിടയാക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് കർത്താവെ, ഓരോ നിമിഷവും അങ്ങയുടെ വചനത്തിൽ നിലനിൽപ്പാൻ അങ്ങ് ശക്തി പകരുമാറാണമേ എന്ന് യാചിക്കുന്നു. പരിശുദ്ധാത്മകൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് മുദ്രയിട്ട് കാവൽ ചെയ്യുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ചിന്തകളിൽ കർത്താവെ, യാത്രകളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. എൻ്റെ കർത്താവ് വലിയവ ചെയ്തു എന്ന് സാക്ഷീകരിപ്പാൻ ഞങ്ങൾ കൃപ അരുളണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഓരോ നിമിഷങ്ങളും കർത്താവെ, ഞങ്ങളെ തന്നെ കർത്താവെ ഉടച്ച് കർത്താവെ അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഞങ്ങളെ തന്നെ കർത്താവെ ചത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മാറ്റി കർത്താവെ ജീവനുള്ള അവസ്ഥയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് നിലനിർത്തുമാറാണമേ എന്ന് യാചിക്കുന്നു. അങ്ങയുടെ നന്മകൾ അനുഭവിച്ചുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ കർത്താവെ പിന്തിരിഞ്ഞോടുന്ന മക്കളാണ് കർത്താവെ. ദൈവമേ, അതിൽ നിന്നെല്ലാം കർത്താവെ മാറി അങ്ങയോട് പറ്റിച്ചേർന്ന് മുമ്പോട്ട് നയിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ക്രൂശിൻ്റെ വചനം ഞങ്ങൾക്ക് രക്ഷയായി തീരുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഞങ്ങൾ കർത്താവെ ക്രിസ്തുവിനുള്ളവരായി തന്നെ ആയിരിക്കാനിടയാക്കുമാറാണമേ. ഈ ലോകത്തിൻ്റെ ഒരു വഴികളിലും ഞങ്ങളുടെ കണ്ണ് പതിക്കാതെ വണ്ണം, ഞങ്ങളുടെ മനം മാറാതെ വണ്ണം കർത്താവെ അങ്ങയിൽ ആശ്വാസം കണ്ടെത്തുവാൻ അങ്ങ് സഹായിക്കുമാണേ. അന്ത്യത്തോളം നിലനിർത്തുമാറാണമേ കർത്താവെ. സഭയിലെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ കമ്മിറ്റികൾക്കായും കുടുംബാംഗങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല ആലോചനകൾ പങ്കിട്ടുകൊണ്ട് കർത്താവെ സഭയെ നയിപ്പാൻ വേണ്ടുന്ന കൃപ അങ്ങ് നൽകുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഡിസ്ട്രിക്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുമാറാണേ, ആശീർവദിക്കണമേ. നടക്കാൻ പോകുന്ന VBSനും അനുഗ്രഹിക്കണമേ കർത്താവെ. അനേക മക്കൾ വന്നു ചേരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കുമാറാണമേ. ഓരോ ആഴ്ചയിൽ നടക്കുന്ന ആരാധനകൾ ഞങ്ങൾക്ക് ശക്തി നൽകുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ തൃപ്പാദത്തിൽ ഫലമേൽപ്പിക്കുന്നു. ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, പാർപ്പിടമില്ലാതെ കഴിയുന്ന മക്കളുണ്ട് കർത്താവെ. അവർക്കെല്ലാം ആവശ്യമായ എല്ലാ നന്മകളാൽ അങ്ങ് നിറയ്ക്കുമാറാണമേ. ഭവന പണിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങൾ എത്രയും വേഗം പൂർത്തീകരിച്ച് കർത്താവെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ കർത്താവെ അതിൽ വസിപ്പാൻ വേണ്ടുന്ന കൃപകൾ നൽകണമേ അപ്പാ. ദൈവമേ, ഇനിയും രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ. പ്രായമെത്തിയിട്ടും വിവാഹം നടക്കാത്ത മക്കളുണ്ട് കർത്താവെ. ദൈവമേ, അവർക്ക് ആവശ്യമായ നന്മകളാൽ നിറച്ച് അതിനുള്ള വഴിയും മുഖാന്തരങ്ങളും അങ്ങ് ഒരുക്കി കൊടുക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. തക്ക സമയത്ത് തക്ക തുണകളെ നൽകി ദൈവിക മാർഗങ്ങൾ സന്തോഷത്തോടെ അനുഭവിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. കുടുംബമായിരിക്കുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ സന്തോഷങ്ങൾ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ നന്ദി പറഞ്ഞ് ജീവിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. മക്കളദാനമായി അങ്ങ് നൽകുമാറാണമേ എന്ന് യാചിക്കുന്നു. എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ദേശീയ പാതകളിൽ കൂടെ പോകുന്ന എല്ലാ വാഹനങ്ങളെ അങ്ങ് നിയന്ത്രിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. അപകട മരണങ്ങളിലൊക്കെ വേദന അനുഭവിക്കുന്ന മക്കളുണ്ട് കർത്താവെ. അങ്ങ് ആശ്വാസപ്രദനായി കൂടെ ഇരിക്കുമാറാണമേ. ലോകത്തെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോക സമാധാനത്തെ അങ്ങ് നൽകണമേ കർത്താവെ. രാജ്യങ്ങൾ യുദ്ധങ്ങളും ഭീഷണികളും എല്ലാം നടക്കുമ്പോൾ ദാരിദ്ര്യ അവസ്ഥയിലേക്ക് മാറാതെ കർത്താവെ സമ്പൽ സമൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ നിറയുവാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ദൈവിക സമാധാനത്താൽ എല്ലാവരെയും അങ്ങ് നിയന്ത്രിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. എത്രയും വേഗം യുദ്ധങ്ങൾ അവസാനിച്ച് സമാധാനപരമായി കർത്താവെ രാജ്യം സംരക്ഷിപ്പാൻ അങ്ങ് സഹായിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഇനി നടക്കാൻ പോകുന്ന ഇലക്ഷനായി പ്രാർത്ഥിക്കുന്നു. ദൈവഹിത പ്രകാരമുള്ള മക്കൾ കർത്താവെ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ സമാധാനപരമായി കർത്താവെ രാജ്യത്തെ ഭരിപ്പാൻ വേണ്ടുന്ന മക്കളെ അങ്ങ് കർത്താവെ വിജയിപ്പിപ്പാൻ കർത്താവെ അങ്ങ് ഉള്ളങ്ങൾ പ്രവർത്തിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു കർത്താവെ. ഇനിയും കർത്താവെ ഞങ്ങളുടെ മഹായുടക്കായി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശ്രേഷ്ഠദാസനെ കർത്താവെ ഞങ്ങൾക്കായി അങ്ങ് ഒരുക്കുമാറുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹപ്രദമായി എല്ലാ സഭകളെ നയിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപ വിശേഷ ബുദ്ധി നൽകുന്ന കർത്താവെ, എല്ലാവരെയും സമാധാനത്തോടെ സന്തോഷത്തോടെ നയിക്കുന്ന കർത്താവെ അവരുടെ ശ്രേഷ്ഠനെ അങ്ങ് ദാനമായി നൽകുമാറാണമേ എന്ന് യാചിക്കുന്നു. മരണദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന ഭവനങ്ങളുണ്ട് കർത്താവെ, അവരെ ആശ്വസിപ്പിക്കുമാറാണമേ എന്ന് യാചിക്കുന്നു. ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി മാറ്റുമാറാണമേ എന്ന് യാചിക്കുന്നു. ശേഷിച്ച
ഉദ്ദേശിച്ച സമയങ്ങളിൽ അപ്പൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാണമേ. സമസ്തവും തൃപ്പാത്തിൽ ഫലമേൽപ്പിക്കുമ്പോൾ യാതനയ്ക്ക് മറുപടി നൽകണം പ്രിയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷക്കടത്ത സ്ഥലദോഷം വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളല്ലോ. ആമേൻ. ഈ സമയത്ത് വേറെ 445 ഗീതം, എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ, ആ ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഈ അർപ്പിച്ചിരിക്കുന്ന കാഴ്ച അങ്ങ് സ്വീകരിക്കണമേ. ഇത് അർപ്പിച്ചവരെയും അർപ്പിക്കേണ്ടവരെയും ഒരുപോലെ ദൈവം ആശീർവദിക്കണമേ. കർത്താവായ ദൈവമേ, വെറുകയായി വരാതെ ദൈവസന്നിധിയിൽ അർപ്പിച്ച കാണിക്ക പ്രിയമക്കൾക്ക് എത്രയോ മടങ്ങായിട്ടുള്ള നന്മയ്ക്കായി അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യത്തിന് മഹത്വനായിട്ട് ഇത് പ്രയോജനപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുവാനാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 26-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് ആലയത്തിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം നമ്മിലൂടെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പാഠമായി വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള ദൈവവചനം അടിസ്ഥാനമാക്കിയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ആ 4 വാക്യങ്ങളിൽ വിശുദ്ധ ജീവിതത്തിൻ്റെ ചട്ടങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിൻ്റെ ചട്ടങ്ങൾ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് ഒരു പ്രധാന സംഭവമായിട്ട് നമുക്കറിയാം. ഈ ലോകം യേശുവിനെ ക്രൂശീകരിച്ച് കല്ലറയ്ക്കുള്ളിലാക്കി റോമ ഗവൺമെൻറ്റിനാൽ മുദ്രയിട്ട് കാവൽ ഭടന്മാരെ ആക്കി
കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ യേശു മൂന്നാമത്തെ ദിവസം ഉയർപ്പിച്ചു. ദൈവമായ കർത്താവാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്. യേശു ഉയർത്തതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിശ്വാസികളും ഉയർക്കും എന്ന പ്രത്യാശ. ചില വചനങ്ങൾ വായിച്ച് സഹായിച്ചാൽ സഹായകരമായിരിക്കും. യേശുക്രിസ്തു ഉയർത്തതുപോലെ നാമും ഉയർക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. റോമർക്കെഴുതിയ ലേഖനം 6:8 അതുപോലെ കൊലോസ്യർ തന്നെ 2:12 ഇത് കാണുവാൻ കഴിയും. അങ്ങനെ നാം ഉയർക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടും. ഈ ഭൂമിയിൽ മോശയ്ക്ക് ഭാഗികമായി ദൈവത്തിൻ്റെ മഹത്വം മുഖത്തിൽ പ്രകാശത്തിലൂടെ വെളിപ്പെടുത്തതുപോലെ നമ്മുടെ ശരീരം രൂപാന്തരം പ്രാപിക്കും, നാം ഉയർക്കും. റോമർ 6:8 വായിക്കാമോ? നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കും എങ്കിൽ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് പൗലോസ് നൽകുന്നത്. നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിലൂടെ മരിക്കുവാൻ കഴിയും. അതെങ്ങനെ കഴിയും? പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുമ്പോഴാണ് നാം പലപ്പോഴും ചിന്തിച്ചതുപോലെ ഈ ക്രൂശിൻ്റെ ധ്യാനത്തിൽ, നോമ്പിൻ്റെ ധ്യാനത്തിൽ നാം പ്രധാനമായിട്ടും ചിന്തിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ പാപം ചെയ്യാതെ വണ്ണം യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കുക എന്നത്. ഇത് നമ്മളിൽ ആഴമായി പതിയണം ഈ ദൈവവചനം. പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തിലെ അവയവങ്ങളെ, ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ യേശുവിൻ്റെ ക്രൂശിനോട് ചേർത്തടിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ക്രൂശിനോട് ചേർത്ത് നമ്മെ അടിക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിൽ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കും. കൊലോസ്യർക്ക് എഴുതിയ 2:12 ഒന്നുകൂടെ വായിക്കാമോ? യേശുക്രിസ്തുവിൻ്റെ സഭയിലെ അംഗങ്ങളായി, നമ്മുടെ ഒരു പ്രത്യേകിച്ചുള്ള സഭയിലെ അല്ല, ക്രിസ്തു സഭയുടെ അംഗങ്ങളായി തീരാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം സ്നാനം ചെയ്യും. സ്നാനം ചെയ്യുമ്പോൾ ഇപ്പോൾ വായിച്ച് കേട്ടതുപോലെ യേശുക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടും. സ്നാനം കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർക്കും. അപ്പോൾ ഇനി പഴയ ശരീരം നമുക്കില്ല. ക്രിസ്തുവിൻ്റെ പഴയ ശരീരം മരിച്ച് രൂപാന്തരപ്പെട്ട പുതിയ ശരീരം ഉയർത്തതുപോലെ നാമും ക്രിസ്തുവിൽ ഉയർക്കുന്നു. യേശുക്രിസ്തു രണ്ടാമത്തെ വരവിൽ രൂപാന്തരപ്പെടും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ക്രിസ്തുവിനോടുകൂടെ ഉയർക്കുന്ന അനുഭവം. അവിടെയാണ് യേശു നമ്മിൽ ജീവിക്കുന്നത്. അവിടെയാണ് പൗലോസ് പറയുന്നത്, ഇനി എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. അങ്ങനെ ഉയർക്കുമ്പോഴാണ്, ഉയർത്തതിന് ശേഷം നമുക്ക് പുതിയ ജീവൻ, ആ ഒരിക്കലും നിലയ്ക്കാത്ത ജീവൻ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്കും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്കും രൂപാന്തരപ്പെടുന്നത്. വളരെ പ്രധാനമാണ് ആ കാര്യങ്ങൾ. യേശുക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് യേശുവിനോടുകൂടെ ഉയർക്കുമ്പോൾ ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കും.
നിത്യമായ ജീവനിലേക്ക് കടക്കും. അവിടെയാണ് ഇയ്യോബ് പറയുന്നത്, അവനെന്നെ കൊന്നാലും ഞാൻ അവനെ പിൻപറ്റും. കാരണം ഈ ലോകത്തിൽ ജഡീകമായ മരണം ഒരു മരണമല്ല. ആ ഒന്നാമത്തെ മരണം ക്രിസ്തുവിലാണ് എങ്കിൽ ദൈവരാജ്യത്തിൽ കയറുവാനുള്ള ഒന്നാമത്തെ പടിയാണ്. അങ്ങനെ നിത്യമായ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നമ്മെ ഉയർത്തുന്നതാണ് ആ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്. പിശാചിൻ്റെ ചിന്ത മരണം, പിശാചിൻ്റെ ലോകം അന്ധകാരം, ആ അന്ധകാരത്തിൽ നിന്ന് ജീവനിലേക്ക്. അതാണ് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ. എങ്ങനെയാണ് നമ്മെ വിളിച്ചത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ആ ജീവനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അന്ധകാരം നീങ്ങിപ്പോകും. സാത്താൻ്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലെ അംഗങ്ങളായി നാം രൂപാന്തരപ്പെടുന്നു. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തെ ഒരു കഥാപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് വായിക്കുവാൻ കഴിഞ്ഞു. ഒരു വശത്ത് ഒരു പൊക്കം, വലിയ ഒരു മതിൽ, ആർക്കും അങ്ങോട്ടും ഇങ്ങനെ കാണാൻ പറ്റില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വശത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, നിറയെ ഭക്ഷണമുണ്ട്. ഈ ഭക്ഷണം അവർക്ക് കഴിക്കുവാൻ കഴിയുകയില്ല. കാരണം രണ്ട് കയ്യിലും അത് മടങ്ങാതെ വലിയ തവി, സ്പൂൺ, വലിയ സ്പൂണ് കെട്ടി വച്ചിരിക്കുന്നു. മടക്കാൻ കഴിയില്ല, കാരണം അവന് അത് കോരി തിന്നാൻ കഴിയില്ല. എന്നാൽ ഇദ്ദേഹത്തെ മറ്റേ വശത്ത് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവിടെ വളരെ സന്തോഷവും ആഹ്ലാദവും. അവിടെ നടക്കുന്നത്, അവിടെയും ഈ രണ്ട് കൈയും മടക്കാതെ കെട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഒരാൾ തവി കൊണ്ട് കോരി വേറൊരാളിന് കൊടുക്കുന്നു, വേറൊരാൾ കോരി ഇദ്ദേഹത്തിന് കൊടുക്കുന്നു. എന്ത് സന്തോഷം! അതിന് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പുറത്ത് നരകതുല്യവും അപ്പുറത്ത് സന്തോഷവും. ഇപ്പുറത്ത് അവനവൻ്റെ കാര്യം മാത്രം, അവന് കഴിക്കണം. അപ്പോൾ ഒരിക്കലും ആർക്കും കഴിക്കാൻ പറ്റാത്ത, സന്തോഷമില്ലാത്ത ദുഃഖകരമായ സാമ്രാജ്യം, സാത്താൻ്റെ സാമ്രാജ്യം. എന്നാൽ സന്തോഷവും ആഹ്ലാദവും ഏറ്റവും നന്മയും നിറഞ്ഞ അനുഭവം. പ്രിയപ്പെട്ട, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം ദൈവരാജ്യത്തിലാണോ നാം സാത്താൻ്റെ രാജ്യത്തിലാണോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഇതിന് കഴിയും. അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. അതായത് ഉയരത്തിലുള്ളത് എന്താണ്? ദൈവരാജ്യം. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളത് അന്വേഷിക്കുക. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും ദൈവരാജ്യവുമാണ്. നീതിയും സമാധാനവും എവിടെയുണ്ടോ അവിടെ ദൈവരാജ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയം യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ, നോമ്പിൻ്റെ ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രൈസ്റ്റ് സെൻറ്റേർഡ്. ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കുക. ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. സെൻട്രിപെറ്റൽ ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും. എൻ്റെ ഡിഫറൻസ് അറിയാമോ നിങ്ങൾക്ക്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന, ഒരു ബിന്ദുവിലേക്ക് ആകർഷിക്കുന്ന ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അത് ചിതറിച്ച് കളയുന്ന ഫോഴ്സ്.
ക്രിസ്തു ആകുന്ന കേന്ദ്രത്തിലേക്ക് നമ്മെ ആകർഷിക്കുന്നതായിരിക്കണം നമ്മുടെ എല്ലാ ചിന്തകളും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയങ്ങൾ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാകണം. അതിന് ആ ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണോ എന്ന് മാറ്റുരയ്ക്കുവാൻ, അല്ലെങ്കിൽ അത് നാം ചെയ്യുന്ന പ്രവൃത്തി ദൈവഹിതമാണോ എന്ന് നമുക്ക് ചിന്തിക്കുവാൻ, വേർതിരിച്ചറിയുവാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാം എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിൽ ദൈവത്തിന് മഹത്വമുണ്ടോ. നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ, അവർക്ക് അഡ്മിഷൻ വാങ്ങുമ്പോൾ, ജോലി എടുക്കുമ്പോൾ, ജോലിക്ക് വേണ്ടി ടെസ്റ്റ് എഴുതുമ്പോൾ, ജോലി കിട്ടുമ്പോൾ, ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ, കാത്തിരുന്ന് ലഭിക്കുമ്പോൾ, രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടാൻ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിനാണ് മഹത്വം എങ്കിൽ അത് ദൈവ ഇഷ്ടമാണ്. ചിന്തിച്ചാൽ അറിയാം. അതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെത്തുമോ? ദൈവത്തോടുള്ള അഗാധമായ സ്നേഹം, ഉറച്ച വിശ്വാസം, അവിടെ ഈ ലോകത്തെയും ലോകഗതികളെയും വസ്തുവകളെയും അവൻ ഒരിക്കലും സ്നേഹിക്കുകയില്ല. ഈ ലോകത്തിൻ്റെ ഗതികളിലൂടെ കടന്നു പോകില്ല. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന വസ്തുക്കളെ സ്നേഹിക്കുകയില്ല. കാരണം നാം ലോകത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, അതനുസരിച്ച് ലോകത്തെ അനുസരിക്കുമെങ്കിൽ ദൈവസ്നേഹത്തിൽ കുറഞ്ഞു പോകും. ഒരു വചനം പറയാതിരിക്കുവാൻ തരമില്ല. ചിലപ്പോൾ അത് കേട്ടാൽ സങ്കടം തോന്നും. എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് ആ വാക്യം കേട്ടപ്പോൾ. യേശു തൻ്റെ പരശുശ്രൂഷയിൽ പറഞ്ഞ വാക്യമാണ്. ഞാൻ സമാധാനമല്ല, പറയാമോ ബാക്കി? വാളത്രേ, കേട്ടില്ല, വരുത്തുവാൻ വന്നത്. യേശു പറഞ്ഞതാണ്, ഞാൻ സമാധാനമല്ല, വാളത്തെ അത്രേ വരുത്തുവാൻ വന്നത്. നല്ല വാക്യമാണോ ഇത്? അങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പും അതിൻ്റെ ശേഷവും നാം വായിക്കണം. എവിടെയാണ് വാള്? ദൈവത്തെക്കാളുപരി, വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ആ വാക്യത്തിൽ, ദൈവത്തെക്കാളുപരി ഭാര്യയെയോ ഭർത്താവിനെയോ മക്കളെയോ വസ്തുവകളെയോ ഈ ലോകത്തിലുള്ള എന്തിനെയോ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചാൽ അവിടെ വാൾ ഉണ്ടാവും. ചിന്തിച്ചാൽ മതി. നമ്മുടെ ചുറ്റുമുള്ള ഭവനങ്ങളുടെ അല്പകാലമൊക്കെ സന്തോഷവും ഒക്കെ കാണും. ദൈവത്തെക്കാളുപരി നല്ല ക്രിസ്തീയ ഭവനത്തിൽ വളരെ ക്രിസ്തീയ മുറപ്രകാരം പ്രാർത്ഥിച്ച് വിവാഹം കഴിഞ്ഞ് വിവാഹത്തിൻ്റെ നന്മ അനുഭവിച്ച് മക്കളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ വേണ്ട. എത്രയോ കുടുംബങ്ങൾ ചിന്നിച്ചിതറിപ്പോയി. ദൈവത്തെ അറിഞ്ഞ് അവർക്ക് നന്മ കിട്ടിയപ്പോൾ എത്രയോ പ്രാവശ്യം ദൈവം അവരെ ചേർത്ത് കൊള്ളുവാനായിട്ട്, നിങ്ങളെ എന്നോട് ചേർത്ത് കൊള്ളുവാൻ എത്ര വട്ടം എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ഈ ലോകത്തെയും ലോകഗതികളെയും ഈ ഒന്നിനെയും ദൈവത്തെക്കാൾ, യേശുവിനേക്കാളും സ്നേഹിക്കരുത്. എല്ലാത്തെയും സ്നേഹിക്കണം. ഒന്നാം സ്ഥാനം ദൈവത്തിന്. ആരാധനകൾക്ക്, ദൈവിക കൂട്ടായ്മകൾക്ക്, ദൈവവചന ധ്യാനത്തിന് വീട്ടിലിരുന്ന് ദൈവവചനം വായിക്കാം, പ്രാർത്ഥിക്കാം. അതിനൊന്നാമത്തെ സ്ഥാനം കൊടുക്കുമെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം ദൈവവചനപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം ലഭിക്കേണ്ടതെല്ലാം ദൈവം തരും. ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും, പക്ഷേ തക്ക സമയത്ത് ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെയും ലോകത്തെയും ഒരേ സമയം സ്നേഹിക്കുവാൻ കഴിയുകയില്ല.
യേശു പറഞ്ഞ ഉദാഹരണമാണ്. പഴയ തുണിക്കഷ്ണം പുതിയ തുണിയോട് ചേർത്ത് തുന്നിയാൽ ആ ചീന്തൽ വളരെ വലുതായിരിക്കും. പുതിയ വീഞ്ഞ് പഴയ ഭരണിയിൽ പകർന്നു വച്ചാൽ പഴയ ഭരണി പൊളിച്ച് വീഞ്ഞ് ഒഴുകിപ്പോകും. ദൈവത്തെയും മാമോനെയും നിനക്ക് ഒരേ സമയം സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ചില വ്യക്തികളെങ്കിലും ഉണ്ട് ആരാധനയിലെല്ലാം വന്ന് പ്രാർത്ഥനയും പാട്ടും അല്ലെങ്കിൽ ഞായറാഴ്ച ആരാധനയിലൊക്കെ വന്ന് എല്ലാം ഭക്തിയോടെ ഇരിക്കും. ഒരു കാര്യം വരുമ്പോൾ കൈ നോക്കാൻ പോവും, ഒരു കാര്യം വരുമ്പോൾ മന്ത്രവാദിയുടെ അടുക്ക പോവും. അവരും വേണം. അവരെ യേശു പറഞ്ഞിരിക്കുന്നത് നിന്നെ വായിൽ നിന്ന് ഉമിണ്ണ് കളയുന്ന ദിവസം വരും. ലോകത്തെ സ്നേഹിക്കുന്നതനുസരിച്ച് ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. ദൈവത്തെയും ലോകത്തെയും ഒരേ സമയം സ്നേഹിക്കുവാൻ കഴിയുകയില്ല. രണ്ട് വള്ളത്തിൽ ഒരു കാലും ഒരു വള്ളത്തിൽ മറ്റൊരു കാലും ചവിട്ടിയിരിക്കുന്ന വ്യക്തി നടുക്കടലിൽ പതിക്കും. നീ ശീതവാനോ ഉഷ്ണവാനോ ആയിരിക്കുക. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിക്കാമോ എടുത്തവർ? ഒരാൾക്ക് 1 യോഹന്നാൻ 2:15 മുതലുള്ള വാക്യം വായിക്കാം. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്. പിന്നെ എവിടെ സ്വരൂപിക്കണം? പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. അതാണ് നമ്മുടെ വിഷയം. സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപം. ആ സ്വർഗത്തിൽ നിക്ഷേപിച്ചാൽ ഒരു മനുഷ്യർക്കും എടുത്തുകൊണ്ട് പോകുവാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 2:15 ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ ആ സ്നേഹം ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള പുതിയ ജീവിതം ലഭിച്ചിട്ട് നാം പുതിയ മനസ്സ് പ്രാപിക്കണം. നാം ലോകത്തിൻ്റെ വകയായിരുന്നപ്പോൾ ചിന്തിച്ചതുപോലെ ചിന്തിക്കരുത്. ആ ചിന്തകൾക്ക് മാറ്റം വരുത്തണം. നാം ലോകത്തിലായിരുന്നപ്പോൾ നാം പഴയ ലോക സ്വഭാവത്തിൽ നടന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിലൂടെ ഒരു പുതിയ ആത്മസ്വഭാവം നമുക്ക് ലഭിച്ചു. അതിനാൽ നാം പുതിയ സൃഷ്ടിയാണ്. പുതിയ സ്വഭാവം അനുസരിച്ച് നടക്കണം. അതാണ് ഗലാത്യർക്ക് ലേഖനം 5:25 കാണുവാൻ കഴിയുന്നത്. ഒരു മൃതദേഹത്തിന് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളോട് എന്തെങ്കിലും ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഉണ്ടോ? ഒരു ഡെഡ് ബോഡി നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ലോകത്തിലെ മണമോ ഈ ലോകത്തിലെ ദാഹമോ വിശപ്പോ ഈ ലോകത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് ആ ഡെഡ് ബോഡിക്ക് അറിയുവാൻ കഴിയുമോ? തൻ്റെ ഈ ലോകത്തിലെ ആഗ്രഹങ്ങളെയോ മോഹങ്ങളെയോ സ്വീകരിക്കുവാൻ കഴിയുമോ? നമുക്കും ക്രിസ്തുവിലായാൽ അതില്ല. അതാണ് പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നാം ലോകത്തിൽ മരിച്ചിരിക്കുന്നു, ലോകത്തിന് മരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കരുത്, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പിൻ. നമ്മുടെ പഴയ പാപജീവിതം അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു പുതിയ ആത്മീയ ജീവൻ നമ്മിൽ ലഭിച്ചിരിക്കുന്നു. ക്രിസ്തു എപ്പോൾ വരുമെന്ന് നമ്മളൊക്കെ കാത്ത് ഇരിക്കുന്നു. ആ ഒരു ദിവസം വീണ്ടും വരും.
അപ്പോൾ യേശു സകലർക്കും പ്രത്യക്ഷനാകും. ഇപ്പോൾ നമ്മുടെ കണ്ണിന് പ്രത്യക്ഷമായി യേശുവിനെ കാണുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മുടെ ജീവനായിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ക്രിസ്തു നമ്മുടെ ജീവൻ്റെ ഉറവിടമാണ്. അവൻ നമ്മുടെ ജീവൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവുമാണ്. ഈ യേശു നമ്മുടെ പൂർത്തീകരണമാണ്, അനുഗ്രഹമാണ്. നമ്മുടെ ജീവൻ അവനിലും അവൻ്റെ ജീവൻ നമ്മിലുമാണ്. ഇത് ശരിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്താം. അവനിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ പകരാം. നമ്മുടെ കർത്താവും നിത്യഭവനവും അവകാശവും പ്രതിഫലവും സ്വർഗത്തിലാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഉയരത്തിലുള്ളത് നമുക്ക് അന്വേഷിക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതല്ല, സ്വർഗത്തിലുള്ളത് അന്വേഷിക്കുവാൻ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് ദൈവവചനത്തിലൂടെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഉയരത്തിലുള്ള ദൈവത്തെ തന്നെ അന്വേഷിക്കുവാൻ, ഉയരത്തിലുള്ള സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഞങ്ങൾ ഈ ഭൂമിയിൽ പങ്കിടുവാൻ, നിത്യജീവൻ്റെ പ്രത്യാശയ്ക്കായി ഞങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കും. ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല വിശ്രമം നൽകണമേ. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണമേ. ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാവിലെ അങ്ങയുടെ മുഖം കണ്ടുണർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാളെയും തക്ക സമയത്ത് ആരാധന കടന്നു വന്ന് ദൈവിക കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യജീവിതത്തോടും ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്ന ദൈവകൃപയോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.